നമസ്കാരം. അതീവ സുന്ദരമായ നമ്മുടെ കൊച്ചു കേരളത്തിൽ മഴയും വെയിലും എല്ലാം നൽകി പ്രകൃതിയോട് കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞു വരുന്ന മഴത്തുള്ളികളായിരുന്നു. ആ മഴത്തുള്ളികളെ ആർത്തിരമ്പി വരുന്ന മഴത്തുള്ളികൾ കണ്ട് കുട്ടികൾ വരെ കളിക്കുമായിരുന്നു മഴയത്ത് നിന്ന്. പക്ഷെ 2018 മുതൽ തൃപ്തികരമായ രൂപത്തിലായിരുന്നില്ല പ്രകൃതി. പ്രകൃതി ഉറഞ്ഞുതുള്ളി സംഹാര താണ്ഡവമാടിയപ്പോൾ കേരളത്തിന് ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടു. മണ്ണിന്റെ അടിയിൽ എത്രയോ മനുഷ്യജീവനുകൾ ഇനിയും കാണാമറയത്താണ്. എത്രയോ ജീവനുകൾ ഇനിയും കണ്ടുപിടുത്താനുണ്ട്. എത്രയോ അനാഥമായി. കേരളത്തിന് എന്നും പേടിയോടെ കാണുന്നത് നെഞ്ചുപൊട്ടുന്ന കാര്യങ്ങളാണ്. രണ്ട് കാര്യങ്ങൾ: ഉരുൾപൊട്ടലും മുല്ലപ്പെരിയാർ ഡാം വിഷയവും. വയനാട് ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് വലിയ രീതിയിൽ ജനങ്ങളുടെ മനസ്സിൽ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ സോഷ്യൽ മീഡിയയിൽ സഹിതം വലിയ രീതിയിൽ മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് ഒരു ക്യാമ്പയിൻ തന്നെ നടക്കുന്നുണ്ട്. സേവ് മുല്ലപ്പെരിയാർ, ഡി കമ്മീഷൻ മുല്ലപ്പെരിയാർ എന്ന രീതിയിലേക്കാണ് നവമാധ്യമങ്ങളിൽ ക്യാമ്പ് നടക്കുന്നുണ്ട്. കർണാടകയിൽ കൊപ്പൽ ജില്ലയിലെ തുംഗഭദ്ര അണക്കെട്ടിന്റെ ഗേറ്റിന്റെ ചങ്ങല തകർന്ന് ഇതുവഴി 35,000 ക്യൂബിക്സ് വെള്ളം പുറത്തേക്ക് ഒഴുകിയ വാർത്ത നമ്മൾ കണ്ടതാണ്. ഡാമിന്റെ 19ാം ഗേറ്റിന്റെ ചങ്ങലയാണ് പൊട്ടി വീണത്. ഇത് വലിയ രീതിയിൽ കർണാടകയിലെ ജനങ്ങൾക്ക് തന്നെ വലിയ രീതിയിൽ തന്നെ അവരുടെ മനസ്സിലേക്ക് ആഹ്ലാദം സൃഷ്ടിച്ചത് ചെറുതല്ല. ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ് കേരളത്തിന്. കർണാടകയിൽ സംഭവം നടന്ന ഉടൻ തന്നെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയവും കേന്ദ്ര ജല കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം ഇടുക്കിയിൽ കേരള സംസ്ഥാന ജലമന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ യോഗം ചേരുകയും ഒരു വ്യക്തമായ റിപ്പോർട്ട് തയ്യാറാക്കി അവരുടെ തീരുമാനം എന്താണെന്ന് കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അടിക്കടി വരുന്ന ഉരുൾപൊട്ടൽ ഉൾപ്പെടെ കേരളത്തിന്റെ ജനതയുടെ മനസ്സിന് മുറിവേൽപ്പിക്കുന്നത് ചെറുതല്ല. വലിയ മുറിവാണ് മനസ്സിൽ ഏൽക്കുന്നത്. ദുരന്തം നമുക്ക് തടയാനാകുന്നില്ല. അനുഭവിച്ച് കഴിഞ്ഞതിനും അപ്പുറമായിരിക്കും മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ ഉണ്ടാകാൻ പോകുന്നത്. ഡാം പൊട്ടിയാൽ എന്ത് ചെയ്യുമെന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട്. പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച ഇടുക്കിയുടെ മടിത്തട്ടിൽ തേയിലമണക്കുന്ന ഇടുക്കിയുടെ ഒരു സുഗന്ധം തന്നെ ഇടുക്കിയിലുണ്ട്. പക്ഷെ അതെല്ലാം ദുരന്തം വന്നു കഴിഞ്ഞാൽ അപ്പാടെ തകർന്ന് തരിപ്പണമാക്കും. ഒരു മഴ വരുമ്പോൾ ഇടുക്കിക്കാർ നെഞ്ചത്ത് കൈവച്ചിരിക്കും. മുല്ലപ്പെരിയാറിലെ ജലം വരുന്നുണ്ടോ അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ തകരുന്നുണ്ടോ എന്ന് നോക്കിയാണ് അവരിരിക്കുന്നത്. വർഷങ്ങളായി ഞങ്ങളുടെ മനസ്സിൽ ഭീതിയാണ് ഈ കാലന്റെ രൂപത്തിൽ ഇടുക്കിയിൽ നിലനിൽക്കുന്നത്. പഠനങ്ങളും ചർച്ചകളും ഒരുപാട് കഴിഞ്ഞുവെങ്കിലും പേടി ഇനിയും മാറിയിട്ടില്ല. നിലവിൽ മുല്ലപ്പെരിയാറിലെ ദൃശ്യങ്ങൾ സഹിതമാണ് സുരേഷ് ഗോപി പുറത്തുവിട്ടിരിക്കുന്നത്. മുല്ലപ്പെരിയാറിൽ ഒരു കുഴപ്പവും ഇല്ല എന്ന് നമ്മുടെ സംസ്ഥാന സർക്കാർ വാ തോഴാതെ പറയുമ്പോഴും മുല്ലപ്പെരിയാർ അപകടത്തിലാണ് എന്ന് അടിവരയിട്ട് പറയുന്ന ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. മോദി വയനാട് സന്ദർശിച്ചത് രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന്, വയനാടിന്റെ ഉരുൾപൊട്ടൽ അടുത്തറിയാനും മുല്ലപ്പെരിയാറിന്റെ ഒരു സൂചന ജനങ്ങൾക്ക് തരാനുമാണ്. അന്ന് വയനാട് മോദി സന്ദർശനം നടത്തിയപ്പോൾ അന്ന് വയനാട് കളക്ടറേറ്റിൽ പ്രസ് കോൺഫറൻസിൽ വെച്ച് മോദി പറഞ്ഞൊരു കാര്യമുണ്ട്. 40 വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിൽ ഡാം തകർന്നപ്പോൾ അന്ന് എനിക്ക് 29 വയസ്സായിരുന്നു. അന്ന് ഉൾപ്പെടെ ഞാൻ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി. അതിനുശേഷം അന്ന് ആയിരക്കണക്കിന് ആളുകളാണ് അന്ന് മരിച്ചതും അനാഥമായതും ഇനിയും കണ്ടുകിട്ടാനുള്ളത്. ഗുജറാത്തിനെ തന്നെ വിഴുങ്ങിയ ഒരു ഡാം ദുരന്തമായിരുന്നു അന്ന്. കോടികളുടെ നാശനഷ്ടം. ഇന്ന് ഇടുക്കി തകർന്നാൽ ഉണ്ടാകാൻ പോകുന്ന നാശനഷ്ടം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ശനിയാഴ്ച നരേന്ദ്രമോദി വയനാട്ടിൽ വന്ന് തന്നത് ഈ ഒരു സന്ദർശനം, അതായത് വയനാട് സന്ദർശന സമയത്ത് മോദി പറഞ്ഞ ഗുജറാത്തിന്റെ ഡാം തകർച്ചയും മുല്ലപ്പെരിയാറിനെ കണക്ട് ചെയ്തായിരുന്നു. അതായത് മുല്ലപ്പെരിയാർ ഡാമും അതീവ പേടിയോടെ കൂടി തന്നെ നമ്മൾ കാണണം. ഇടുക്കിയിൽ, അതായത് മുല്ലപ്പെരിയാറിന്റെ പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാവുകയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നാച്ചുറൽ കലാമിനിറ്റീസ് അവിടെ ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് മുല്ലപ്പെരിയാറിനെ ബാധിക്കും. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതിനെക്കാട്ടി അതീവ തീവ്രതയായിരിക്കും, എത്രയോ പ്രഹരമായിരിക്കും അവിടെ ജനങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. മുല്ലപ്പെരിയാർ തകർന്നാൽ കേരളം ഒട്ടാകെ തകരും എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല, അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ സുരേഷ് ഗോപി തന്നെ ഈ ഫോട്ടോ സഹിതം കേന്ദ്രത്തിലേക്ക് അയച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 30 സുപ്രീം കോടതി മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായ രീതിയിൽ തമിഴ്നാട് തന്നെ ആദ്യമേ തന്നെ തമിഴ്നാടിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം തന്നെ വലിയ തോതിലൊരു മുൻകരുതൽ എടുത്തിട്ടുണ്ട്. മുല്ലപ്പെരിയാറിലെത്തി അവിടുത്തെ സ്ഥിതിഗതികളെല്ലാം തന്നെ അവർ വിലയിരുത്തുന്നുണ്ട്. അതാണ് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതായത് ഇനി നിർമ്മലാ സീതാരാമന്റെ നേതൃത്വത്തിൽ മുല്ലപ്പെരിയാറിന് വയനാടിന് 140 കോടി രൂപ കൊടുത്തതുപോലെ മുല്ലപ്പെരിയാർ ഡാം പണിയാൻ ഇനി എത്ര രൂപ വേണമെന്ന് കേന്ദ്രം തന്നെ ഒരു വിലയിരുത്തൽ നടത്തും.
അത് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ, ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ളവർ ധനമന്ത്രിയായ നിർമ്മല സീതാരാമനെ അറിയിക്കുകയും എത്ര ഡാം വേണമെന്ന്, സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഒരു എസ്റ്റിമേറ്റഡ് ഡാം നിർമ്മാണത്തിന് ഇത്ര രൂപ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഓക്കെ ആണോ എന്ന് എല്ലാം കണ്ടതിന് ശേഷം ഉടൻ തന്നെ ഒരു പുതിയൊരു ഡാം നിർമ്മാണത്തിനുള്ള ഫണ്ട് അനുവദിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.